നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളിനെ കുറിച്ചൊക്കെ നമ്മൾ വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. നമ്മൾ വലിയ ബ്രാൻഡഡ് സ്കൂളിലൊക്കെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. മക്കൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ഫീസൊക്കെ മുടക്കുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മക്കളൊക്കെ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ അവർക്കൊരു സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടോ? അവരാരാണെന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടോ? അവരെന്തിനൊക്കെ കൊള്ളാവുന്നവരാണെന്ന് അവർക്കറിയാമോ? അവർ ഹോപ്പ്ഫുള്ളാണോ? അവർ ഹാപ്പിയാണോ? അവർ സ്ട്രോങ് ആണോ? ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അളവുകോൽ എന്ന് പറയുന്നത്. ഒരു കുട്ടി പഠിച്ചിറങ്ങി കഴിയുമ്പോൾ, 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ഒക്കെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ കുട്ടികൾ എത്ര കോൺഫിഡൻ്റാണ്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ട്. ഒരു സെൽഫ് അവെയറാണോ അവർ? ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടിക്ക് എന്ത് കിട്ടി, കുട്ടിയിൽ അത് എത്തിയോ? നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളിൻ്റെയും മുമ്പിൽ അവർ മിഷൻ, അവർ വിഷൻ, അവർ മോട്ടോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതും അവിടെ നിൽക്കുന്ന ഒരു കുട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സമൂഹത്തിന്, അവൻ പഠിക്കുന്ന സമൂഹത്തിന്, അവൻ്റെ കുടുംബത്തിന്, സമൂഹത്തിന്, രാജ്യത്തിന് ഒക്കെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണോ ഈ കുട്ടി ഇറങ്ങി വരുന്നത്? ഇന്ന് പല കുട്ടികളും ഇറങ്ങി വരുന്നത് ഫസ്ട്രേറ്റഡ് ആയിട്ടാണ്. അവരിവിടുന്ന് ഓടുകയാണ്. അവർ ഈ സമൂഹത്തിലോ ഒന്നും നിൽക്കാൻ ഫിറ്റല്ല. ഒരു കാര്യത്തെയും നേരിടാൻ അവർ ഫിറ്റല്ല. ഒരു പ്രതിസന്ധിയെ അവർക്ക് നേരിടാൻ പറ്റുന്നില്ല. യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ കഴിവുള്ളവരായി നമ്മുടെ കുട്ടികൾ മാറണം. സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഒരു പോസിബിലിറ്റി ആയിട്ട്, ഒരു പ്രോജക്റ്റായിട്ട് മാറ്റാൻ കഴിയുന്ന കരുത്തുള്ള കുട്ടികളെയാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. അതിനനുസരിച്ച് വിദ്യാഭ്യാസം രൂപാന്തരപ്പെടണം. അതിനെയാണ് സ്കൂളെന്നൊക്കെ വിളിക്കേണ്ടത്.